ഡിറ്റോ വടക്കൻ അക്കിക്കാവ്. വിശുദ്ധ ബൈബിളിൽ നിന്ന്, പ്രിയ ദൈവജനമേ, വിശുദ്ധ ബൈബിളിൽ നിന്ന് അഭിഷക്തന്മാരെ കുറിച്ച് അല്ല, നല്ല സമരക്കാരനെ കുറിച്ച്, യേശുക്രിസ്തുവിനെ കുറിച്ച് അല്പസ്വല്പം പറയുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഡിറ്റോ വടക്കൻ അക്കിക്കാവ്. നല്ല സമരക്കാരനായ യേശുക്രിസ്തുവിനെ കുറിച്ച് അല്പസമയം നിങ്ങളുടെ ശ്രദ്ധയെ കേൾക്കുവാൻ അല്പസമയം നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിച്ചുകൊള്ളുന്നു. മുറിവേറ്റ് അർദ്ധപ്രാണനായി കിടക്കുന്ന വ്യക്തി, ആ വഴി ഒരു പുരോഹിതൻ വന്നു, ഒരു ലേവ്യം വന്നു. അവർ നോക്കാതെ കടന്നുപോയി. പിന്നെ ഒരു ശമര്യൻ വന്നു. അവൻ മുറിവിൻ്റെ ആഴം നോക്കി എണ്ണയും വീഞ്ഞും പകർന്നു. തൻ്റെ വാഹനം മൃഗത്തിൽ കയറ്റി അമ്പലത്തിൽ പോയി രക്ഷ ചെയ്തു. മുറിവിൻ്റെ ആഴത്തിനനുസരിച്ചാണ് എണ്ണ പകർന്നത്. സ്തോത്രം. നല്ല ശമര്യൻ യേശുക്രിസ്തു. കർത്താവിന് വേണ്ടി നല്ല ശമര്യക്കാരൻ യേശുക്രിസ്തു ആണ്. കർത്താവിന് വേണ്ടി എത്ര മുറിഞ്ഞിട്ടുണ്ടോ, എത്ര വെല്ലുവിളി അനുഭവിച്ചിട്ടുണ്ടോ, എത്ര നിന്ന കേട്ടിട്ടുണ്ടോ, അതിനനുസരിച്ചുള്ള അഭിഷേകമാണ് പകർന്നുകൊണ്ടിരിക്കുന്നത്. മുറിവിനനുസരിച്ച് മുറിവിൽ എണ്ണയും വീഞ്ഞും പകരുകയാണ്. മുറിവേറ്റതിൻ്റെ കടുപ്പമനുസരിച്ച് എണ്ണയുടെ അളവും കൂടുതൽ ഒഴിക്കും മുറിവിലേക്ക്. എത്ര നിന്ന് കേട്ടിട്ടുണ്ട്, എത്ര പരിഹാസം കേട്ടിട്ടുണ്ട്, എത്ര പഴി കേട്ടിട്ടുണ്ട്, അതിനനുസരിച്ച് എണ്ണയുടെ അളവ് കൂടിക്കൊണ്ടിരിക്കും. അതിനനുസരിച്ച് അഭിഷേകം പകർന്നുകൊണ്ടിരിക്കും. സ്തോത്രം, സ്തോത്രം. എനിക്ക് അഭിഷേകം ലഭിച്ചാൽ, അന്യഭാഷയിൽ ആരാധിച്ചാൽ, ദാവീദിന് അഭിഷേകം ലഭിച്ചപ്പോൾ സമയപ്രവാചകൻ വന്ന് തൈലക്കൊമ്പുമായി വന്ന് തലയിൽ അഭിഷേക തൈലം വെച്ചപ്പോൾ ദാവീദ് ശക്തനായി മാറി. ഗോലിയാത്തിനെ കൊല്ലുവാനും തൻ്റെ ആടുകളെയും കരടിയും സിംഹവും കടിച്ചു കീറാൻ വന്നപ്പോൾ ഒരു ആട്ടിൻകുട്ടിയെ കീറുന്ന പോലെ കരടിയും സിംഹത്തെയും കീറിയത് തൻ്റെ മേൽ അഭിഷേകമായിരുന്നു. ഗോലിയാത്ത് എന്ന മല്ലനെ കൊല്ലുവാൻ ദാവീദിന് കഴിഞ്ഞത് ദാവീദിൻ്റെ മേൽ അഭിഷേകമായിരുന്നു. സ്തോത്രം, സ്തോത്രം. അഭിഷേകമുള്ള യേശുക്രിസ്തുവിന് മുമ്പിൽ ഭൂതങ്ങൾ അലറി ഓടി. സ്തോത്രം, സ്തോത്രം. ദാവീദിന്റെ ഭാര്യ മീഖൾ ചോദിക്കുകയാണ്, നിന്ദിക്കുകയാണ്, നീ ഒരു രാജാവായിരിക്കെ ഇങ്ങനെ പാട്ടും ഡാൻസുമായി ഇരിക്കുന്ന എന്ത്? ദാവീദിന് പറയാനുണ്ട്, എന്നെ രാജാവാക്കിയ ദൈവത്തിന് ഇതിലപ്പുറമായി ഞാൻ സേവിക്കും. സ്തോത്രം. മീഖളുടെ പിതാവ് ശൗൽ ദാവീദിനെ കുന്തമെറിഞ്ഞ് പലപ്പോഴും കൊല്ലാൻ നോക്കി. എന്നാൽ ദാവീദിനെ ദൈവം കാത്തു. ദാവീദ് കുന്തടുത്തേക്ക് വരുമ്പോൾ ഒഴിഞ്ഞു മാറിയൊക്കെ രക്ഷപ്പെട്ടു. സ്തോത്രം. ശൗൽ നിമിത്തം ഏറെ പീഡ സഹിച്ചു. ദാവീദിന്റെ ഭാര്യയുടെ പിതാവ് ശൗൽ നിമിത്തം ഏറെ പീഡകൾ സഹിച്ചു. ഈശായുടെ ഭവനത്തിൽ ദാവീദിന് ഒരു വിലയുമില്ലായിരുന്നു. ശമൂവേൽ പ്രവാചകൻ ഈശായുടെ വീട്ടിൽ വന്നപ്പോൾ പട്ടാളക്കാരെ 7 മക്കളെ കുറിച്ച് പിതാവ് ഈശായി വാചാലനായി റെക്കമെൻഡ് ചെയ്തു. എന്നാൽ ദാവീദിനെ കുറിച്ചൊരു വാക്ക് പറഞ്ഞില്ല, റെക്കമെൻഡ് ചെയ്തില്ല. പട്ടാളക്കാരെ 7 പേരെയും അഭിഷേകം ചെയ്തില്ല. ശമൂവേൽ പ്രവാചകൻ ചോദിച്ചു, ഇനി നിനക്ക് മക്കളാരെങ്കിലും ഉണ്ടോ? സ്തോത്രം. ഇനി ഒരുത്തനുണ്ടോ? അവൻ കാട്ടിൽ ആടിനെ മേയ്ക്കുകയാണ്. വീട്ടിൽ നാട്ടിൽ വെളിയില്ലാത്ത ദാവീദ്. സ്തോത്രം. ആരോരുമില്ലാത്തവർ കർത്താവ് ദൈവം തുണ എന്ന് പറഞ്ഞ പോലെ പ്രവാചകൻ പറഞ്ഞു, അവൻ വന്നിട്ടല്ലാതെ, ദാവീദ് വന്നിട്ടല്ലാതെ ഞാൻ പന്തിയിലിരിക്കുകയില്ല. ദാവീദിനെ കാട്ടിൽ നിന്ന് വിളിച്ചു വരുത്തി. ശമൂവേൽ പ്രവാചകൻ ദാവീദിന് അഭിഷേക തൈലം വഹിച്ചു. മറ്റേ 7 പട്ടാളക്കാരുടെ അടുത്ത് അഭിഷേക തൈലം വഹിച്ചപ്പോൾ ദൈവം ഇവനല്ല എന്ന് പറഞ്ഞു. എന്നാൽ ദാവീദിന് മേൽ അഭിഷേക തൈലം ദാവീദിനെ രാജാവായി ദൈവം അഭിഷേകം ചെയ്തു. സ്തോത്രം, സ്തോത്രം. ദാവീദ് ഗോലിയാത്തിനെ കൊന്നതിൻ്റെ അസൂയ ശൗലിനെ ജനം പാടി. ശൗൽ 1000 കൊന്നു, ദാവീദ് 10,000 കൊന്നു. ഇത് കേട്ട ശൗലിന് അസൂയ കൂടി. അഭിഷേകമുള്ള ദാവീദിനെ കുന്തം തിരിച്ചറിഞ്ഞില്ല. ഓരോ കുന്തം ദാവീദിന് നേർക്കെറിയുമ്പോൾ ദാവീദിന് വേണമെങ്കിൽ കുന്തം തിരിച്ചറിയാമായിരുന്നു. സിംഹാസനത്തിലിരിക്കുന്ന ശൗലിന്റെ നേരെ കുന്തം കരഞ്ഞ് കൊല്ലാമായിരുന്നു.
എന്നാൽ അഭിഷക്തനായ ദാവീദ് അത് ചെയ്തില്ല. ദാവീദ് അനുഭവിച്ച പീഡകൾ ചെറുതല്ല. ആ പീഡകൾക്കനുസരിച്ച് ദാവീദിന് മേൽ അഭിഷേകം പകർന്നുകൊണ്ടിരുന്നു അഭിഷക്തനായ ദാവീദ്. സ്തോത്രം. ദാവീദിന് വേണമെങ്കിൽ ശൗലിനെ കൊല്ലാമായിരുന്നു. അഭിഷക്തനായ ശിംശോൻ കുന്നൊന്ന് കുന്ന് രണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സ്തോത്രം 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 കൈതല പച്ചത്താടിയിലുള്ള 1000 കൊന്നു. സ്തോത്രം. അഭിഷക്തനായ ദൈവാത്മാവ് വന്നപ്പോൾ ശിംശോൻ ചെയ്ത കാര്യമാണ് പഴയ നിയമ പുസ്തകത്തിൽ. സ്തോത്രം സ്തോത്രം സ്തോത്രം. അഭിഷേകമുള്ള യേശുവിൻ്റെ മുമ്പിൽ ഭൂതങ്ങൾ അലറി ഓടുന്നു. ദേശത്തെത്തിയപ്പോൾ 6000 ഭൂതം ബാധിച്ച വ്യക്തി, ശവക്കല്ലറയിൽ കിടക്കുന്ന വ്യക്തി, തുണി ധരിക്കാത്ത വ്യക്തി, കല്ലുകൊണ്ട് സ്വന്തം ശരീരം ചതയ്ക്കുന്ന വ്യക്തി അഭിഷേകമുള്ള യേശുവിനെ കണ്ടപ്പോൾ യേശുവിൻ്റെ കാൽക്കൽ വന്നിരിക്കുന്നു, തുണി ധരിക്കുന്നു, വചനം ശ്രവിക്കുന്നു, വചനം കേൾക്കുന്നു. യേശുവിനോട് ചോദിക്കുന്നു, ഞാൻ സുവിശേഷം അറിയിപ്പാൻ ഞങ്ങളുടെ കൂടെ വരട്ടെ? യേശു നോ എന്ന് പറഞ്ഞു. യേശു അനുവദിച്ചില്ല. ആദ്യം നിന്റെ നാട്ടിൽ പോയി നിന്റെ അസുഖം ഭേദമായ വിവരം അറിയിക്കാം. അങ്ങനെ തെക്കപ്പൊരിക്ക ദേശയിലെ സുവിശേഷകനായി മാറി 6000 ഭൂതം ബാധിച്ച വ്യക്തി. സ്തോത്രം സ്തോത്രം. അഭിഷേകമുള്ള യേശു ലാസറെ വാക്കിനാൽ ഉയർപ്പിച്ചു. യായിറോസിന്റെ മകളെ ഉയർപ്പിച്ചു. മുടന്തനെ സൗഖ്യമാക്കി, കുരുടനെ കാഴ്ച കൊടുത്തു, മുടന്തനെ നടക്കുമാറാക്കി, ഊമനെ സംസാരിക്കുമാറാക്കി, ചെകിടനെ കേൾക്കുമാറാക്കി. സ്തോത്രം. ക്രൈസ്തവർ അഭിഷേകമുള്ള യേശുവിൻ്റെ മുമ്പിൽ സകല വ്യാധിക്കാർക്കും സൗഖ്യം ലഭിച്ചു. സ്തോത്രം. യേശുവിൻ്റെ അടുക്കൽ വന്നവരും യേശുവിനെ തൊട്ടു യേശു തൊട്ടവർക്ക് എല്ലാവർക്കും സൗഖ്യം. അഭിഷേക്തനായ യേശു കുറെ പീഡകളിലൂടെ കടന്നുപോയി. യേശുവിനെ ഭ്രാന്തൻ എന്ന് വിളിച്ചു, യേശുവിനെ ഭൂതരസ്ഥൻ എന്ന് വിളിച്ചു, യേശുവിനെ സമരൻ എന്ന് വിളിച്ചു. സ്തോത്രം സ്തോത്രം സ്തോത്രം. യേശുവിനെ വ്യഭിചാരപുത്രൻ എന്ന് വിളിച്ചു. പീഡകളും കഷ്ടങ്ങളൊക്കെ കടന്നുപോയെങ്കിലും പള്ളിയിൽ നിന്ന് പുറത്താക്കാൻ നോക്കി, കല്ലെറിയാൻ നോക്കി. സ്തോത്രം സ്തോത്രം. ഏറെ പീഡകളോട് വേദനയുള്ളവർ കടന്നുപോയെങ്കിൽ ഗെത്സമനയുടെ തോട്ടത്തിൽ സ്തോത്ര 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 സ്തോത്രം അലറി കരയുകയാണ് ദൈവത്തോട്, പിതാവിനോട്. കഴിയുമെങ്കിൽ ഈ പാനപാത്രം ക്രൂശീകരണം മാറ്റിത്തരാണെന്ന്. എങ്കിൽ എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. പുത്രൻ തമ്പുരാനെ യേശുവിനെ സ്വർഗത്തിൽ നിന്ന് ദൂതമെന്ന് ബലപ്പെടുത്തി. സ്തോത്രം. യേശു കരഞ്ഞ അലറി കൊണ്ട് പറഞ്ഞു. രക്തം വിയർപ്പ് തുള്ളിയെ ഒഴുകുകയാണ്, അലമുറയിട്ട് കരയുകയാണ്. പിറ്റേ ദിവസം ഒരു വ്യാഴാഴ്ച വൈകിട്ട് അലമുറയിട്ട് കരയുകയാണ് ഗെത്സമന തോട്ടത്തിൽ. സ്തോത്രം. ഒരു കരച്ചിലിൻ്റെ ഒരു വ്യാഴാഴ്ച ഉണ്ടെങ്കിൽ ക്രൂശീകരണത്തിൻ്റെ വെള്ളിയാഴ്ചയുണ്ട്. സ്തോത്രം. ഒരു സൈലന്റ് ശനിയാഴ്ചയുണ്ട്, എന്നാൽ ഉയർപ്പിൻ്റെ ഒരു ഞായറാഴ്ചയുണ്ട്. സ്തോത്രം. അതിന് 3-ാം നാൾ കർത്താവിനെ ക്രൂശിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് തൻ്റെ ശക്തി വ്യാപാരം വെളിപ്പെടുത്തി. സ്തോത്രം. സ്വർഗം ബിസിയാണ്. സ്വർഗത്തിൽ ദൂതന്മാർ ബിസിയാണ്. സ്വർഗത്തിൽ ദൂതന്മാർ പറയേണ്ടെന്നിട്ട് മറിയ കല്ലറയ്ക്ക് വരുമ്പോൾ അവനെ ഇവിടെയില്ല ഉയർത്തെഴുന്നേൽപ്പിക്കും. സ്വർഗത്തിൽ ദൂതന്മാർ പരിശുദ്ധാത്മാവ് ബിസിയാണ്. കല്ലറയിൽ അടക്കം ചെയ്ത യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയാണ്. ദൈവവും ബിസിയാണ്, സ്വർഗവും ബിസിയാണ്. യേശു കല്ലറയിൽ വേദിച്ചും കൊണ്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. മരണപാശത്തിന് അവനെ പിടിച്ചു വയ്ക്കുന്ന അസാധ്യമായിരുന്നു. ഉയർത്തെഴുന്നേറ്റ് യേശു ശിഷ്യന്മാർക്കും മറ്റു പലർക്കും പ്രത്യക്ഷനായി താൻ ജീവിച്ചിരിക്കുന്നത് വെളിപ്പെടുത്തി. മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നു, 3-ാം ദിവസം ഈ മന്ദിരം പൊളിപ്പേൻ, 3-ാം ദിവസം ഞാൻ 3 ദിവസം ഞാൻ എന്നെ പണിയുമെന്ന്, 3-ാം ദിവസം പണിയുമെന്ന്. യേശു മന്ദിരം തൻ്റെ ശരീരത്തെയാണ്. യേശുവിന് മന്ദിരം പൊളിച്ചപ്പോൾ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് തൻ്റെ ശക്തി വ്യാപാരം വെളിപ്പെടുത്തി. യേശു വിശുദ്ധ ബൈബിളിൽ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു, യേശുവിന് സകല നാമത്തിൽ മേലായ നാമം ലഭിച്ചു. താൻ മരണത്തോളം താഴ്ത്തി ഏൽപ്പിച്ചു, പിതാവിൻ്റെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. രക്തം ചൊരിഞ്ഞിട്ടില്ലാതെ മോചനമില്ല എന്നുള്ള പിതാവിൻ്റെ ഇഷ്ടം നിറപടിയായി നിറവേറ്റി. ആദാം പാപം ചെയ്തപ്പോൾ തൻ്റെ രക്തം പാപം ചെയ്തപ്പോൾ ആദാം പരമ്പര മുഴുവൻ പാപികളായി തീർന്നു. ആദാം പാപം ചെയ്തപ്പോൾ ആദാം പരമ്പര മുഴുവൻ പാപികളായി തീർന്നു. രക്തത്തിലാണ് ജീവനുള്ളത്. ജീവൻ നഷ്ടപ്പെട്ടു. ഏതൻ തോട്ടത്തിന് പുറത്തായി. ആ ഏതൻ തോട്ടത്തിലേക്ക് ഓരോരുത്തരെയും പ്രവേശിപ്പിക്കുവാൻ, ആദാം പരമ്പര മുഴുവൻ പ്രവേശിപ്പിക്കുവാൻ യേശു തൻ്റെ മുഴുവൻ രക്തവും ചിന്തി. രക്തം ചൊരിഞ്ഞിട്ടില്ലാതെ മോചനമില്ല എന്ന പിതാവിൻ്റെ ഇഷ്ടം നിറപടിയായി നിറവേറ്റി. യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നു. അങ്ങനെ രക്തം കൊണ്ട് പാപക്കറ കഴുകണമെന്ന് പറയുന്ന നിമിഷം ഏത് വ്യക്തിയുടെയും പാപക്കറ കഴുകി കിട്ടും. ആ പാപക്കറ കഴുകി കിട്ടിയാൽ, വിശുദ്ധ ജീവിതം നയിച്ചാൽ, കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ചാൽ, അപ്പോസ്തലിക ഉപദേശം അനുസരിച്ചാൽ,
അപ്പോസ്തലപ്രവൃത്തി 2:38-42 വാക്യങ്ങളിൽ പറയുന്നു. പാപങ്ങളുടെ മോചനത്തിനായി മാനസാന്തരപ്പെട്ട് സ്ഥാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന് ദാനം ലഭിക്കും. വിശുദ്ധി, വേർപാട്, കൂട്ടായ്മ, അപ്പം നുറുക്കൽ, അപ്പോസ്തലിക ഉപദേശം കേൾക്കൽ, ഇതെല്ലാം അനുസരിച്ച് സ്വർഗരാജ്യം ഉറപ്പാണ്. സ്വർഗരാജ്യത്തിന് ഒരു ശക്തിക്ക് തകർക്കാൻ കഴിയുകയില്ല. എന്തെങ്കിലും പ്രശ്ന പ്രയാസങ്ങൾ വന്നാൽ സ്വർഗം കൂടെയുണ്ട്, യേശു കൂടെയുണ്ട്, ദൈവം കൂടെയുണ്ട്, പരിശുദ്ധാത്മാവ് കൂടെയുണ്ട്. ശക്തീകരിക്കും, ബലപ്പെടുത്തും, വഴി നടത്തും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യേശു ക്രിസ്തു 30 വയസ്സിൽ സ്ഥാനമേറ്റു. സ്തോത്രം. സ്ഥാനമേറ്റപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവന്ന രൂപേണ തൻ്റെ ദേഹത്തിൽ വന്നിരുന്നു. സ്തോത്രം. സ്വർഗം തുറന്നു വിളിച്ചു പറഞ്ഞു. സ്തോത്രം. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പിതാവ് വിളിച്ചു പറഞ്ഞു, പിതാവ് ദൈവം വിളിച്ചു പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. യേശു ക്രിസ്തു സ്ഥാനപ്പെട്ടതിന് മുമ്പും സ്ഥാനപ്പെട്ടതിന് ശേഷവും പുത്രൻ തന്നെ. യോഹന്നാൻ സ്നാപകന്റെ കൈക്ക് യോർദാൻ സ്ഥാനപ്പെട്ട രണ്ടുപേരും വെള്ളത്തിലിറങ്ങി നടക്കുന്ന ശുശ്രൂഷയാണ് സ്നാനം. യോഹന്നാൻ സ്നാപകൻ യേശു ക്രിസ്തു വെള്ളത്തിലിറങ്ങി. യേശു ക്രിസ്തുവിനെ യോഹന്നാൻ സ്നാപകൻ സ്ഥാനപ്പെടുത്തി. യേശു പരിശുദ്ധാത്മ പ്രാവുന്ന രൂപേണ വന്ന് യേശുവിൻ്റെ ദേഹത്തിലിരുന്നു. പിതാവാൻ ദൈവം വിളിച്ചു പറഞ്ഞു, ഇവനെൻ്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. സ്തോത്രം, സ്തോത്രം. സ്ഥാനപ്പെടുന്നതിന് മുമ്പ് സ്ഥാനപ്പെട്ടതിന് ശേഷം പുത്രൻ തന്നെ. എന്നാൽ സ്ഥാനപ്പെട്ടപ്പോൾ വിളിച്ചു പറഞ്ഞു, ഇവനെൻ്റെ പ്രിയപുത്രൻ. സ്ഥാനപ്പെട്ട് നമ്മൾ ഓരോരുത്തർ സ്ഥാനപ്പെടുമ്പോൾ ദൈവത്തിന് പറയാനും ഇവനെൻ്റെ പ്രിയപുത്രൻ, പ്രിയപുത്രി. സ്തോത്രം. ആ പ്രിയപുത്രനായ യേശു ക്രിസ്തു. സ്തോത്ര, 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 സ്തോത്രം, സ്തോത്രം. 30 വയസ്സിൽ സ്ഥാനമേറ്റ്. സ്തോത്ര, സ്തോത്രം. മരുഭൂമിയിലേക്ക് നയിക്കപ്പെട്ടു. മരുഭൂമി 40 ഉപവാസം. 40 ഉപവാസത്തിൽ സാത്താൻ്റെ എല്ലാ പരീക്ഷകളും വിജയിച്ചുകൊണ്ട് താൻ പുറത്തു വരികയാണ്. എന്നിട്ട് തൻ്റെ 30 വയസ്സ് മുതൽ 33.5 വയസ്സ് വരെ അത്ഭുത പ്രവർത്തികൾ ചെയ്തു ലോകത്ത്. രാത്രി മലയിൽ പോയി പ്രാർത്ഥന, പകൽ അത്ഭുത ശുശ്രൂഷ. 33 വയസ്സിൽ തൻ്റെ മുഴു രക്തവും മുഴു മാനവജാതി സ്നേഹിച്ചുകൊണ്ട് കാൽവറിയിൽ ഒഴുക്കുവാൻ തനിക്ക് പ്രസാദമായി. സ്തോത്രം, സ്തോത്രം. തന്നെ അവൻ്റെ രക്തത്താൽ പാപമോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. പാപങ്ങളെ അതിക്രമങ്ങൾക്ക് വീണ്ടെടുപ്പുണ്ട്. അങ്ങ് രക്തം കൊണ്ട് എൻ്റെ പാപക്കറ കഴുകണമെന്ന് പറയുന്ന ദിവസം പാപക്കറ കഴുകി കിട്ടുകയാണ്. സ്തോത്രം. യേശുവിനെ കാൽവറിയിൽ ക്രൂശിച്ചെങ്കിൽ മരണത്തോളം താഴ്ത്തി ഏൽപ്പിച്ച യേശു ക്രിസ്തുവിന് ദൈവം സകല നാമത്തിൽ മേലായ നാമം നൽകി. മരണാധികാരം പിശാചിൽ നിന്ന് തന്ത്രപൂർവ്വം പിടിച്ചു വാങ്ങി. മരണാധികാരിയെ സാത്താനെ കാൽവറയിൽ തളച്ചു. യേശു ക്രിസ്തു തന്ത്രപൂർവ്വം മരണമെന്ന അധികാരം പിടിച്ചു വാങ്ങി. സ്തോത്രം. ഇനി യേശു അറിയേണ്ട ഒരാൾക്കും മരിക്കാൻ സാധ്യമല്ല. ഇയ്യോബിനോട്, പഴയ നിയമഭക്തനായ ഇയ്യോബിനെ സാത്താൻ പരീക്ഷിക്കുമ്പോൾ ദൈവം പറഞ്ഞു, ഇയ്യോബിന്റെ പ്രാണനെ തൊടരുതെന്ന്. പ്രാണനെ തൊടുന്ന സാത്താൻ അധികാരമുണ്ട്, തൊടരുതെന്ന് പറഞ്ഞു. ബാക്കി എന്താണ് പരിശോധന? എന്ത് ഇയ്യോബിന്റെ ദാസ്യാസന്മാരെ കൊന്നു മരിച്ചു, മക്കൾ മരണപ്പെട്ടു പിശാചിനാൽ. സ്തോത്ര, സ്തോത്രം. മൃഗസമ്പത്ത് നഷ്ടപ്പെട്ടു, തനിക്കുള്ള എല്ലാം നഷ്ടമായി, രോഗിയായി തീർന്നു. ഓട്ടുപൊളി കൊണ്ട് ദേഹം ചൊറിയുകയാണ്, വ്രണങ്ങളാണ്, ആകെ എല്ലാം നഷ്ടപ്പെട്ടു. എന്നാൽ ഇയ്യോബിന് ഭാര്യ എന്ന് പറഞ്ഞു, ഇനിയെങ്കിലും ഈ ദൈവത്തെ തിരിച്ചറിഞ്ഞ് ചത്തുകൂടെ. എന്നാൽ ഇയ്യോബ് പറഞ്ഞു, ഇയ്യോബിന് ഒരു വിശ്വാസമുണ്ട്, ഉറപ്പുണ്ടായിരുന്നു, തൻ്റെ കണ്ണുകൊണ്ട് തന്നെ യേശുവിനെ കാണുമെന്ന്. സ്തോത്രം. ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഇയ്യോബിൻ്റെ സ്നേഹിതന്മാരും തന്നെ കുറ്റം കണ്ടെത്താൻ ശ്രമിച്ചു. എന്നാൽ ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഇയ്യോബിൻ്റെ അവസ്ഥയ്ക്ക് ദൈവം മാറ്റം വരുത്തി. തനിക്ക് നഷ്ടപ്പെട്ടാലെ ഇരട്ടിയായി തിരിച്ചു കൊടുത്തു. സ്തോത്രം. ശരീര സൗഖ്യവും മക്കളും ദാസ്യാസന്മാരും മൃഗസമ്പത്തും എല്ലാം ഇരട്ടിയായി ലഭിച്ചു. സ്തോത്രം, സ്തോത്രം. ഇയ്യോബിനെ അനുഗ്രഹിച്ച ദൈവം എന്തെങ്കിലും കഷ്ടങ്ങളോ പരീക്ഷണങ്ങളോ പരിശോധനകളോ വരുമ്പോൾ ദുഃഖിക്കാതെ പിറുപിറുക്കാതെ അതേ മുഖത്തേക്ക് നോക്കി ദൈവം അത്ഭുതം ചെയ്യും. ജോസഫിന് സ്വപ്നത്തിൽ പിതാവും സഹോദരനും തന്നെ വണങ്ങുമെന്നായിരുന്നു സ്വപ്നം. എന്നാൽ ജോസഫിനെ ആ സ്വപ്നം കണ്ടെങ്കിൽ ജോസഫ് കടന്നുപോയ പാതകൾ ചെറുതല്ല, പല പരിശോധനകളോട് കടന്നുപോയി. ഈ ജോസഫിന് സഹോദരന്മാർ കൊടുത്ത് പൊട്ടക്കിണ, പിന്നെ മിസ്രൈമിൽ അടിമച്ചന്തി നിൽക്കേണ്ടി വന്നു. മിദ്യാനർക്ക് വിറ്റ് മിസ്രൈമിൽ അടിമച്ചന്തി വസ്ത്രരഹിതനായി നിൽക്കേണ്ടി വന്നു. സ്തോത്രം. അവിടുന്ന് പോത്തിഫാറിന്റെ ഭവനത്തിൽ നിന്ന് പോത്തിഫാറിന്റെ ഭാര്യയുടെ അപവാദം, പിന്നെ അവിടെ നിന്ന് കാരാഗ്രഹം. അതിനുശേഷം ജോസഫ് സ്വപ്നത്തിൻ്റെ അർത്ഥം വ്യാഖ്യാനമൊക്കെ പറയാനുള്ള കഴിവുണ്ട്. ഫറവോ രാജാവിൻ്റെ സ്വപ്നത്തിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുത്തപ്പോൾ ഫറവോൻ ഈജിപ്തിലെ മിസ്രൈമിലെ പ്രധാനമന്ത്രിയാക്കി
ജോസഫിനെ വായിച്ചു. നീണ്ട വർഷം പ്രധാനമന്ത്രി ജോസഫ് വാണു. സ്തോത്രം. അത്ഭുത മന്ത്രി വീരനാഥ ശക്തനായ യഹോവ. സ്തോത്രം സ്തോത്രം. ആ ജോസഫിനോടുകൂടെ ദൈവമുണ്ടായിരുന്നു. ഫറവോന് ജോസഫിനെ കുറിച്ച് പറയാൻ ഇതുപോലെ ദൈവാത്മാവുള്ള ഒരു മനുഷ്യനെ കണ്ടെത്താനാവുമോ? ജോസഫ് നീണ്ട വർഷം പ്രധാനമന്ത്രി ഈജിപ്തിൽ വാണു. ജോസഫിന്റെ ഗുണം, ജോസഫ് വിശുദ്ധിയിൽ ജീവിച്ചു. പാപം ചെയ്യാൻ അവസരം കിട്ടിയിട്ടും പാപം ചെയ്യാതെ തന്നെ കാത്തു വിശുദ്ധിയോടെ ജീവിച്ചു. ന്യായപ്രമാണം ലഭിക്കാത്ത ആ സമയത്ത് വിശുദ്ധിയോടെ എന്ന ജോസഫിനെ ദൈവം മാനിച്ചതുകൊണ്ട് ഫറവോൻ മാനിച്ചതുകൊണ്ട് ജനങ്ങൾ മാനിച്ചു. സ്തോത്രം സ്തോത്രം. ഈജിപ്തിലെ പ്രധാനമന്ത്രി നീണ്ട വർഷമാണ്. സ്തോത്രം. തൻ്റെ സഹോദരങ്ങളും പിതാവും വന്ന് തന്നെ വണങ്ങി. സ്തോത്രം. എവിടെയും ധാന്യമില്ലാത്തപ്പോൾ ഈജിപ്ത് ഇഷ്ടം പോലെ ധാന്യം, പാണ്ഡ്യശാലികളും ധാന്യം നിറഞ്ഞു. അളന്നുകൂടാൻ കഴിയാത്ത നമ്പർലെസ് വിത്തൗട്ട് നമ്പർ ബ്ലെസ്സിങ്സ്, അളന്നുകൂടാൻ കഴിയാത്ത അനുഗ്രഹങ്ങൾ ലഭിച്ചു. നമ്പർ പറയാൻ പറ്റാത്ത വിധത്തിലുള്ള അനുഗ്രഹങ്ങൾ ലഭിച്ചു. സ്തോത്രം. അത്രമാത്രം അനുഗ്രഹങ്ങൾ ലഭിച്ചു. നല്ല വിളവും ധാന്യങ്ങളൊക്കെ ലഭിച്ചു. പാണ്ഡ്യശാലി ഇഷ്ടംപോലെ ധാന്യങ്ങൾ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് വാങ്ങിക്കാൻ ജോസഫിൻ്റെ അടുത്തോട്ട് വരികയാണ്. എന്നാൽ ജോസഫ് ബുദ്ധിപൂർവ്വം ശേഖരിച്ചുകൊണ്ട് പാണ്ഡ്യശാലി ഇഷ്ടംപോലെ ധാന്യം, സഹോദരങ്ങൾക്കും പിതാവും ഇഷ്ടംപോലെ ധാന്യം കൊടുത്തു. അവർ ചെറുപ്പത്തിൽ കണ്ട സ്വപ്നം, ജോസഫ് കണ്ട സ്വപ്നപ്രകാരം പിതാവും സഹോദരങ്ങളും ജോസഫിനെ വന്ന് വണങ്ങി. സ്തോത്രം. കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചാൽ, കർത്താവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി നിന്നാൽ, അപ്പോസ്തലിക ഉപദേശപ്രകാരം ജീവിച്ചാൽ, സ്തോത്രം. വിശുദ്ധി, വേർപാട്, കൂട്ടായ്മ, അപ്പം നൽകാൻ, സ്നാനം, ആദ്യം മാനസാന്തരം, പിന്നെ സ്നാനം, പിന്നെ ആത്മസ്നാനം ലഭിച്ച അന്യഭാഷയിൽ ആരാധിക്കുന്നു. വിശുദ്ധ ജീവിതം, കൂട്ടായ്മ, ദൈവമക്കളോടൊത്തുള്ള കൂട്ടായ്മ, അപ്പം നുറുക്കൽ അനുഭവിക്കുക, അപ്പോസ്തലിക ഉപദേശം കേൾക്കുക, ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുക, വിശുദ്ധ ജീവിതം നയിക്കുക, സ്വർഗരാജ്യത്തിന് അവകാശമാവുക. അല്ലാതെ അത് പ്രകാരം ജീവിക്കാൻ തയ്യാറല്ലെങ്കിൽ നിത്യനരകത്തിലേക്ക് പോകേണ്ടി വരും. കോടാനുകോടി വർഷം നരകത്തിൽ ജീവിക്കേണ്ടി വരും. ഗന്ധകം തീയതകൾ നരകത്തിൽ കിടന്ന് എരിപിരി കൊള്ളേണ്ടി വരും. എന്നാൽ ദൈവകൽപ്പന പ്രകാരം ജീവിച്ചാൽ കോടാനുകോടി വർഷം സ്വർഗത്തിൽ ജീവിക്കാം. യേശുവിനോടൊത്ത്, വിശുദ്ധന്മാരോടൊത്ത്, ദൂതന്മാരോടൊത്ത് സ്വർഗരാജ്യത്തിൽ കണ്ണീരില്ലാത്ത, കഷ്ടമില്ലാത്ത, ദുഃഖമില്ലാത്ത, പരിഹാസം നിന്നൊന്നില്ലാത്ത ആനന്ദകരമായ ജീവിതം, അമോദകരമായ ജീവിതം, ആഹ്ലാദകരമായ ജീവിതം, ആഘോഷകരമായ ജീവിതം, കർത്താവിനെ ആരാധിച്ച് സ്തുതിച്ചുകൊണ്ടുള്ള ജീവിതം നയിക്കാൻ ഭാഗ്യം എല്ലാവർക്കും ഭാഗ്യം ലഭിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ വിരമിക്കുന്നു. വിറ്റ വടക്കൻ അക്കിക്കാവ്. സ്തോത്രം.